ഞാൻ ആക്ച്വലി എന്റെ ചൈൽഡ്ഹുഡ് മുതലേ ഭയങ്കര സ്റ്റേജ് എന്തൂസിയാസ്റ്റ് ആണ്. എന്ത് പെർട്ടിക്കുലർ പരിപാടിന്നില്ല, എന്തിനും അതിന് കയറ്റി വിട്ടാ മതി. എന്നെ സ്റ്റേജിലോട്ടൊന്ന് കയറ്റി വിടുക, വെറുതെ അവിടെ നിൽക്കാനാണെങ്കിലും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ എന്റെ കുഞ്ഞിലെ എന്റെ പപ്പ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആണല്ലോ, അപ്പൊ ഞാനാണ് ഇത് കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ യങ്ങർ ഏജിൽ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളും നാടകം, പപ്പ ഹീറോ ഒക്കെ ആയിരുന്നു. പപ്പ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ നഴ്സിംഗ് പഠിക്കുമ്പോഴും ഇതൊക്കെ തന്നെ പണി. എനിക്കിതാണ് എന്റെ എൻജോയ്മെന്റ്, അതാ അവിടെയാ ലൈഫ് ഉള്ളൂ. ദെൻ ഇത് കഴിഞ്ഞ് ഇവർ എന്നെ കാനഡയ്ക്ക് പറഞ്ഞു വിടാനുള്ള പണികളൊക്കെ തുടങ്ങി. ആൻഡ് വൺ ഫൈൻ ഡേ ഐ അണ്ടർസ്റ്റുഡ് ഇനി ഇവിടെ കിടന്ന് സഫർ ചെയ്തത് പോരാണ്ട് ഇനി കാനഡയിലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡിപ്രഷനായി പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നുള്ള. അപ്പം ഞാൻ റിബൽ ചെയ്ത് ഞാൻ പോകൂല. അന്ന് എനിക്ക് ഓൾമോസ്റ്റ് 5 lakhs കടം, ഒരു എഡ്യൂക്കേഷൻ ലോൺ, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കാശ് ഓൾറെഡി പൊട്ടി. എന്നിട്ട് ആ പണിക്ക് പോവില്ല എന്നാണ് പറയണത്. വലിയ സീനായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാനിങ്ങനെ കുറെ ഇവന്റ്സുമായിട്ടൊക്കെ ഇങ്ങനെ ധൈര്യം വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൻ്റെ അമ്മയുടെ മുഖത്തൊക്കെ വെറുതെ പറയുന്നില്ല. യു നോ വാട്ട് ഐ ഡിഡ്? ഞാൻ എന്റെ പുസ്തകം എല്ലാം കൂടെ കൊണ്ടത്, അത് കുറെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഇതങ്ങോട്ട് കത്തിക്കുക, എന്നെയും കൂടി ഇട്ട് കത്തിക്കുക, ഇങ്ങനത്തെ ഡയലോഗ് ആയിരുന്നു. ഭീഷണിയൊക്കെ മുഴക്കി.